ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉച്ച വരെ ഞങ്ങൾക്ക് വർക്കുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ സാധാരണ കുറച്ച് മലയാളികളിൽ ഒത്തുചേരുന്ന ഒരു ഗുരുവാലയം ഉണ്ട് കേട്ടോ. അവിടെ ഒരു ലൈറ്റ് പിടിപ്പിക്കാണ്ട് എന്നാൽ പിന്നെ ആ പണി അങ്ങനെ തീരട്ടെ വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാൻ ഇവിടുന്ന് ഒരു അരമണിക്കൂറോളം നടക്കാൻ കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങളിതിപ്പോൾ നടന്നിട്ട് ഇതാണ് ഞങ്ങളുടെ ഗുരുവാലയം എന്ന് പറയുന്ന സംഭവം. ഞങ്ങൾ എത്തുന്നൊക്കെ മുന്നേ മില്ലേട്ടം ഇവിടെ എത്തുന്നുണ്ടോ. ഞങ്ങൾ റൂമിൽ നിന്ന് വരുമ്പോൾ തന്നെ മൂപ്പരനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് മൂപ്പര് ഞങ്ങൾക്ക് മുന്നേ എന്തായാലും ഇവിടെ എത്തി. അപ്പോൾ അങ്ങനെ ഇവിടെ എത്തിയത് ചെറിയൊരു സംഭവമാണ് ഇവിടെ. എന്നാലും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ള നല്ലൊരു സന്തോഷം തോന്നുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. കാരണം ഇവിടെ കുറച്ച് കച്ചറകളൊക്കെ കണ്ടപ്പോൾ സുഭാഷണം എന്തായാലും അതൊന്ന് വൃത്തിയാക്കാന്ന് വിചാരിച്ച് അവൻ ആ പണിക്ക് നിന്നു. അപ്പോഴേക്കും നമ്മുടെ നികേഷേട്ടനും മില്ലേട്ടനും കൂടിയിട്ട് കുറച്ച് ആപ്പിൾ ഉണ്ടായിരുന്നു. പിന്നെ അതും കട്ട് ചെയ്ത് വെക്കാൻ ആർക്കെങ്കിലും വേണ്ടപ്പോൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് അവരതിന് നിന്നു. അതെല്ലാം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ സാമേട്ടൻ വരുന്നുണ്ട്. സാമേട്ടൻ പറഞ്ഞ സാമേട്ടനായിട്ട് ഇവിടുത്തെ മെയിൻ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ എല്ലാവരും കണ്ടപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞങ്ങൾ വരിക മൂപ്പർ റൂമിലേക്കാണെങ്കിലും ശരി, അമ്പലത്തിലേക്കാണെങ്കിലും ശരി, ഈ ഗുരുവാലയത്തേക്കാണെങ്കിലും ശരി, ഞങ്ങൾ വരിക എന്നൊക്കെ പറഞ്ഞാൽ മൂപ്പർക്ക് എല്ലാവരും വരുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ മൂപ്പർക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ മൂപ്പർ വന്നു. മൂപ്പരും അവിടെ സന്ധ്യക്കൽ എത്തിയെന്ന് വിചാരിച്ചു. മൂപ്പർ കുറച്ച് അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി അവരൊന്ന് വിളക്ക് കത്തിച്ചു. അപ്പോഴേക്കും നമ്മുടെ സുഭാഷ് ഇതാ പോസ്റ്റ് സോളാറിൻ്റെ പാനൽ വെക്കേണ്ട പോസ്റ്റ് കുഴിച്ചിടാൻ വേണ്ടിയിട്ട് കുഴിയെടുക്കേണ്ട ഉദ്ഘാടനം ചെയ്തു. അവൻ തുടങ്ങിയപ്പോഴത്തേക്ക് അതിൻ്റെ പിന്നെ ഞങ്ങളും തുടങ്ങി വെച്ചു. എന്തായാലും ഞങ്ങൾ കുഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അവിടെ കുറച്ച് പാറ തോന്നിയിട്ടോ, കല്ലൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഠിനമാണ്, എന്നാലും ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മുടെ സാമേട്ടനെ കൊണ്ട് പറ്റുന്ന പോലെ സാമേട്ടനും നല്ല ഇതിലും സാമേട്ടനും ശ്രമിക്കുന്നുണ്ട്. കുറച്ച് നല്ല ആഴത്തിൽ വേണം കുഴി, കാരണം ഇവിടെയൊക്കെ നല്ല കാറ്റടിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റടിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നല്ല ആഴത്തിൽ വേണം കുഴി എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തു. സുഭാഷ് കണ്ടില്ലേ, സുഭാഷ് കടന്നിട്ടൊക്കെയാണ് എടുക്കുന്നത്. കാരണം 1 മീറ്ററോളം ആഴത്തിലുണ്ട്. കടന്നിട്ടൊക്കെയാണ് മണ്ണ് എടുക്കുന്നത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മണ്ണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം എന്താ ഞങ്ങളുടെ കുഴി ഈ ലെവലായിട്ടുണ്ട്. ഇത് വെള്ളം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട കേട്ടോ, കൊച്ചു വെള്ളം കണ്ടാണെന്ന് വിചാരിക്കേണ്ടത്. ഞങ്ങൾ കുഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിച്ചാണ്. അപ്പോൾ അങ്ങനെ ആ കുഴി എടുക്കേണ്ട സംഭവം സെറ്റപ്പായി. അപ്പോഴത്തേക്ക് ഏകദേശം നല്ല സന്ധ്യ ആയിട്ട് നല്ല ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സന്ധ്യ ആകുമ്പോൾ സന്ധ്യക്കുള്ള ആ ഒരു ചുവന്ന ആകാശത്തെ കാണാൻ വേണ്ടി നല്ല ഭംഗിയാണല്ലേ. ഞാൻ ആ കാറ്റുകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴത്തേക്ക് ബാക്കിൽ നിന്ന് വിളി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എനിക്കിപ്പോൾ ഇതെല്ലാം ഒന്ന് വെച്ച് കെട്ടണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മൊബൈൽ അതിൻ്റെ ടോർച്ചൊക്കെ ഓണാക്കി വെച്ചിട്ട് ഇതൊക്കെ പോസ്റ്റിൻ്റെ മുകളിൽ പാനൽ പിടിപ്പിക്കേണ്ട സെറ്റപ്പൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ ഇപ്പോൾ ഏകദേശം പാനലിൻ്റെ സെറ്റപ്പിലാക്കി പാനൽ പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ മില്ലേട്ടനും സുഭാഷും കൊടുത്തിട്ട് ഇത് എടുത്ത് നടക്കുകയാണ്. കാരണം ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ ചെറിയൊരു പ്രവർത്തനത്തിലാണ് ഞാനുള്ളത്. അപ്പോൾ അങ്ങനെ പോസ്റ്റ് ഞങ്ങളിത് കുഴിച്ചിടുകയാണ്. അങ്ങനെ കുഴിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ലൈറ്റ് പിടിപ്പിക്കണം. അപ്പോൾ ലൈറ്റ് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ഇപ്പോൾ കച്ചരൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ പെയിൻറ്റും പാട്ടൊക്കെ കമത്തി വെച്ചിട്ടൊക്കെ കയറിയിട്ട് ചെയ്യുന്നത്. അങ്ങനെ അവൻ്റെ ഒരു മാക്സിമം പരിശ്രമം കൊണ്ട് അവിടെ ലൈറ്റൊക്കെ ഒന്ന് വെച്ച് ടൈറ്റാക്കി കെട്ടി എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി ഒന്ന് ലൈറ്റ് ഓൺ കർമ്മം ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ മില്ലാൻ്റെ കയ്യിൽ റിമോട്ട് കൊടുത്തിട്ട് മില്ലാനെ കൊണ്ട് ചെയ്യിക്കാൻ അടിപൊളി നല്ല സെറ്റപ്പ്. ലൈറ്റ് എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ആ പരിപാടി അവിടെ തോന്നി. നെക്സ്റ്റ് പരിപാടി ഫുഡ് അടി, നമ്മുടെ മെയിൻ പരിപാടി. അപ്പോൾ ഫുഡ് അടിക്കാന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ റൂമിലേക്ക് എത്താൻ അരമണിക്കൂറുണ്ട്. അപ്പോൾ എന്തായാലും റൂമിലേക്ക് ഞങ്ങളൊന്ന് പോകുന്നില്ല. ഇന്ന് ഞങ്ങൾ സാമേട്ടൻ റൂം കടക്ക ചെയ്യാം. അപ്പം കാരണം നാളെ ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പം എന്ത് ചെയ്തു, ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ കുറച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തേണ്ട സെറ്റപ്പാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ പരത്തി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഇവർ 3 പേരും കൂടിയിട്ട് ഇവിടുന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്ത് അങ്ങനെ ഞങ്ങളിപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ്. അത് മൊബൈലിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സോളാറിൻ്റെ ലൈറ്റ് ഞങ്ങൾ ഗുരുവാലയത്തിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് ഭക്ഷണം കഴിക്കുന്നത് പുറത്തുനിന്നാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിലും കൂടിയിട്ട് ഞങ്ങൾ മൊബൈലിൻ്റെ വെളിച്ചം തന്നെ കേട്ടോ മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നതിന്. പുറത്തേക്ക് ഒരു ലൈറ്റ് കൂടിയും വേണം. അത് എന്തായാലും ഇതുവരെ സെറ്റപ്പ് ആയിട്ടില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ എന്തായാലും ഈ ഒരു വെളിച്ചത്തിലിരുന്ന് ഫുഡ് അടിക്കുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഉണ്ടാക്കുക, ഇവിടെ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞൊരു പ്രത്യേക ഒരു അതും നൈറ്റിൽ പ്രത്യേക ഒരു വൈബാട്ടോ. എന്തായാലും നല്ല രസം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാവർക്കും താങ്ക്സ് ഗൈസ്. നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്ന് ഈ വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് പോകണേ. ഓക്കെ, ബൈ, താങ്ക് യു.